ഹായ് വിക്കി. എത്ര കാലമായി നിഹാരിക നിന്റെ ശബ്ദം കേട്ടിട്ട്. കുയിൽനാദം പോലെ വളരെ സ്വീറ്റാണത്. നിഹാരിക, നാളെ ഞാൻ ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. എന്തിനാ വിക്കി? നിനക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? അതെ, എത്രയും പെട്ടെന്നൊരു മുഹൂർത്തം നോക്കാൻ നീ അച്ഛനോടും അമ്മയോടും പറ. മുഹൂർത്തോ? എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണോ? മുഹൂർത്തം ബിസിനസ് തുടങ്ങാനല്ല, നമ്മുടെ കല്യാണത്തിന്. നമ്മുടെ കല്യാണോ? ഇങ്ങനെ ഞെട്ടുന്ന എന്തിനാ? നമ്മുടെ കല്യാണത്തിനാ. സൈലന്റ് ആയതെന്താ? അമ്മയ്ക്ക് സംസാരിക്കണമെന്ന്. നീ തന്നെ സംസാരിച്ചോ. പറ വികാസ്. കാര്യങ്ങളൊക്കെ ഞാൻ നിഹാരികയോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. നാളെ ഞാൻ വരുന്നുണ്ട്. റിസീവ് ചെയ്യാൻ എല്ലാവരും റെഡിയായി നിന്നു. ഗുഡ് നൈറ്റ് ചേച്ചി. അതല്ലടാ, ഇവിടെ ഞാൻ ഒരുപാട് സുന്ദരികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ സൗന്ദര്യം മറ്റെന്തിനേക്കാളും കൂടുതൽ മത്ത് പിടിപ്പിക്കാറുണ്ട് നിഹാരിക. നിന്നെ ഞാൻ വിടില്ല. കല്യാണം എന്നൊക്കെ പറയുന്നത് എന്താ? നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കാന്ന് മുമ്പ് ഞങ്ങള് വാക്ക് കൊടുത്തിരുന്നു. ഈ അടുത്തൊന്നും അവൻ കല്യാണക്കാരും പറഞ്ഞു വരാത്തോണ്ട് അവിടെ ഏതെങ്കിലും പെണ്ണിനെ നോക്കി വെച്ചെന്ന് കരുതി. പെട്ടെന്നിങ്ങനെ ഇവൻ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ശ്രീകരനെ അല്ലാതെ വികാസിനെ എന്നല്ല വേറെ ആരെയും വേണ്ട. നിനക്ക് ശ്രീകരനെ ഇഷ്ടമാണ്, വികാസിന് നിന്നെ ഇഷ്ടമാണ്. അവൻ ആഗ്രഹിച്ചത് നടന്നില്ലെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്ന് കരുതി എന്റെ ജീവിതം ഞാൻ ബലി കൊടുക്കണോ? നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ വികാസാണ്. നമ്മൾ ചോദിക്കുമ്പോ അവൻ പണം അയച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ജീവിക്കില്ലായിരുന്നു. നമ്മളുടെ ബിസിനസ് ഡെവലപ്പ് ആവില്ലായിരുന്നു. നമ്മളിപ്പൊ കല്യാണം വരെ എത്തിയില്ലേ? അതാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരുത്തനുമായിട്ട്. നാളെ എന്റെ അനിയനോട് ഞാൻ എന്താ പറയേണ്ടത്? മോളെ നിഹ, ശ്രീകർ ഓൾറെഡി ആവനിയെ കല്യാണം കഴിച്ചില്ലേ? ആ വീട്ടിൽ കിടന്ന് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന എന്തിനാ? എന്റെ അനിയനെ കല്യാണം കഴിക്കാൻ പറയുന്നത് നിന്റെ നല്ലതിനല്ലേ? എന്ത് നല്ലതിന്? നിന്റെ അനിയൻ അത്രയ്ക്ക് സമർത്ഥനാ? അവന്റെ ദുശീലങ്ങളെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ? അവന് കെട്ടിച്ചു കൊടുക്കുന്നതിൽ നല്ലത് ഇവള് കല്യാണം കഴിക്കാതിരിക്കുന്നതാ. അല്ലെങ്കിൽ നിഹാരിക ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഞാൻ ശ്രീകരനെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ല. നാളെ അമ്മയുടെ അനിയൻ വന്നാ എന്നെ കുറിച്ചുള്ള എല്ലാ സത്യവും മനസ്സിലാക്കും. അതുകൊണ്ട് നാളെ ഞാൻ ശ്രീകരനെയും കൊണ്ട് ഞാൻ അവന്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോളാം. വികാസ് വന്നാ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കവർ ചെയ്തേക്ക്. അങ്ങോട്ട് പോയാലും ആവനിയായിട്ട് പ്രശ്നം ഉണ്ടാവില്ലേ മോളെ? പുലിയായ വികാസിന്റെ മുന്നില് മാന്യനെ പോലെ നിൽക്കുന്നതിനേക്കാൾ ആവനിയുടെ മുന്നിൽ നരിയായിട്ട് നിൽക്കുന്നതാ നല്ലത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, മനസ്സിലായോ? ഞാൻ ഉടനെ ശ്രീകരന്റെ അടുത്ത് പോയി നാളെ ഇവിടുന്ന് തിരിച്ചു പോവാന്ന് പറയാം. വന്നിട്ട് കുറെ നേരമായോ? ഇല്ലല്ലോ. ആവൂ, അപ്പൊ ഒന്നും കേട്ടിട്ടില്ലെന്ന് സാരം. എന്തു പറ്റി? എല്ലാവർക്കും എന്തോ ഒരു ടെൻഷനുള്ള പോലെ. അത് ഒന്നുമില്ല ഏട്ടാ. ഞാനില്ലേ ഒരു കാര്യം പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരികയായിരുന്നു. നമുക്ക് നാളെ ഏട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. അതെന്താ? നീ പറഞ്ഞിരുന്ന 10 ദിവസം കഴിഞ്ഞില്ലല്ലോ. എനിക്കെന്തോ അവിടെ ഏട്ടന്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ തോന്നുവാ.
അതുകൂടാതെ അമ്മ വന്നപ്പോ 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരണമെന്ന് കറുവച്ചോതിയുടെ അന്ന് പറഞ്ഞില്ലേ? ഇനി നമ്മളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടുന്ന് പോവാം. ഇപ്പഴേ ലഗേജസ് ഒക്കെ പാക്ക് ചെയ്യാം. വാ. ഇപ്പൊ തന്നെയോ? അയ്യോ വാ ഏട്ടാ. ഇതെന്താ ചേട്ടാ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവനെ ഇനി എങ്ങനെ ഡീൽ ചെയ്യും ചേട്ടാ? എന്താടാ വെളുത്തപ്പത്തോട്ട് തുടങ്ങിയതാണോ അതോ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളോ നീ? എണ്ണ അടിച്ചില്ലെങ്കിൽ വണ്ടി വർക്കാവില്ല. വികാസിന് മദ്യം കിട്ടിയില്ലെങ്കിൽ അതും വർക്കൗട്ടാവില്ല. അതുകൊണ്ട് നേരം വെളുത്തപ്പോൾ തുടങ്ങിയതാ. എത്ര കുടിച്ചാലും ഒരു കൺട്രോൾ ഉണ്ടാവും, അതൊരു ഭാഗ്യമാണ്. അച്ഛായി ബോഡി അങ്ങനെ സെറ്റാക്കിയതാ. നീ അതൊക്കെ വിട്. നാളെ നീ എന്നെ എയർപോർട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യണം. ബിക്കോസ് ഇന്ത്യൻ പ്രയാണം നാളെയാണ്. അളിനെയും ചേച്ചിയെയും കുറച്ചു നേരം മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ എത്തിയാലുടനെ കല്യാണം നടക്കുമെന്ന് എൻ്റെ ഫിയാൻസിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദുബായിലേക്കുള്ള എൻ്റെ മടക്കം വൈഫിൻ്റെ കൂടെയാവും. എടാ നീ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിയുടെ പിക്ക് എന്തെങ്കിലും കാണിച്ചോ? ഷുവർ കം വിത്ത് മീ. നോക്കച്ചേ. പേരെന്താ? നിഹാരിക. രണ്ടാളും നന്നായിട്ട് സെറ്റ് ആവുമല്ലോ. കണ്ടിട്ട് ആള് നല്ല മോഡേൺ ആണെന്ന് തോന്നുന്നേ. അതുകൊണ്ടല്ലേ ചേച്ചിയുടെ മോളെ തന്നെ കെട്ടണമെന്ന് വാശി പിടിക്കുന്നേ. പബ് കൾച്ചറിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന പെണ്ണായതുകൊണ്ട് രണ്ടാളും ഒരേ വേവ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഒരുമിച്ച് ഹാപ്പിയായി പബ്ബിലും ക്ലബിലും ഡിസ്കോ നൈറ്റ്സിനും എല്ലാ നരകത്തിലും അതിരുകളില്ലാതെ കറങ്ങാം. കൂടാതെ രണ്ടാളും ചെറ്റകളാ. അതൊരു നല്ല കോംബോയാ. സോ നാളെ ഇന്ത്യയിൽ റീച്ച് ചെയ്ത് ആസ് സൂൺ ആസ് പോസിബിൾ അവളെയും കെട്ടി ദുബായിലേക്ക് തിരിച്ചു വരും. ഓക്കെ? ഓൾ ദി ബെസ്റ്റ് ബ്രോ. താങ്ക് യു. I love you, Niharika. I love you, Niharika. I love you, Niharika. എന്തു പറ്റിയമ്മേ? എന്തോ വിഷയത്തെക്കുറിച്ച് വലിയ ആലോചനയിലാണല്ലോ. ഞങ്ങള് സുജാതയെ കാത്തിരിക്കുകയാണ് മോളെ. എന്തിന്? അതാ അവളെത്തിയല്ലോ. വാ മോളെ ഇരിക്ക. അതിന്റെ ആവശ്യമില്ല. എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഒരു മിനിറ്റ് നിൽക്കും മോളെ. മോളെ അവനി, അവനി. സുജാത ചേച്ചി, എന്താ ഇത്ര പുലർച്ചയ്ക്ക് ഇവിടെ? അമ്മ തന്നെ ഫോൺ ചെയ്ത് വിളിപ്പിച്ചതാണെന്ന്. മോളെ സുജാതെ, നീ അവനിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ ഒരു വാക്ക് പറഞ്ഞിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ? ഈ പെൺകുട്ടി ഈ വീട്ടിൽ നിന്നും ഭർത്താവിനോടൊപ്പം മാത്രമേ പുറത്തു വരാവൂ. നീ പറഞ്ഞ കാര്യങ്ങള് ഇപ്പൊ നടത്തി തരാനുള്ള സമയമായിട്ടുണ്ട് മോളെ. വീട്ടിലുള്ളവർ പോലും ഞങ്ങൾക്ക് ചെയ്യാത്ത കാര്യങ്ങള് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നല്ലോ. അവനിയെ നല്ലൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കുണ്ട്.
പെട്ടെന്ന് അതങ്ങ് നടത്തി ഈ വീട്ടിൽ നിന്നൊന്ന് പറഞ്ഞയക്കോ, ശല്യം ഒഴിയട്ടെ. അവൻ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ? എല്ലാത്തിലും പ്രശ്നമാ. എല്ലാം ഇവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നാ ഒരു ഗ്രന്ഥം എഴുതേണ്ടി വരും. പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾക്ക് കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? നിന്റെ അടുത്ത് ഒരുപാട് നാളവള് നിന്നിട്ടുള്ളതല്ലേ. അവനിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ മോളെ. എങ്ങനത്തെ ബന്ധമായിരിക്കും അവൾക്ക് നല്ലതെന്ന് ഒരു സുഹൃത്തിനെ പോലെ അല്ലാതെ സ്വന്തം ചേച്ചിയെ പോലെ ഒന്ന് പറഞ്ഞു കൊടുക്കും മോളെ. എന്റെ കല്യാണക്കാരെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് സുജാത ചേച്ചി ഇങ്ങോട്ട് വിളിപ്പിച്ചതെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ഈ വിഷയം ഇവിടെ വെച്ച് ഉപേക്ഷിക്കണം. നിന്റെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ വിളിപ്പിച്ചതാ മോളെ. അതിന്റെ ആവശ്യമില്ലെങ്കിൽ സുജാത ചേച്ചി നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളൂ. മുതിർന്നവരുടെ വാക്കിന് ബഹുമാനം ഇല്ലേ നിനക്ക്? എന്തിനാ ഈ അഹങ്കാരം? എത്ര ദിവസം എന്ന് വിചാരിച്ച് ഈ വീട്ടിൽ നിൽക്കും? അതിഥിയായിട്ടല്ല ഇപ്പൊ നിൽക്കുന്നത്, എന്തോ അധികാരം ഉള്ളതുപോലെയാ. നോക്ക് മോളെ, നിഹാരികയുടെയും ശ്രീകരന്റെയും കല്യാണം ഉറപ്പിക്കാൻ മുഹൂർത്തം അടുത്തു വരിക. എല്ലാം ഒത്തുവന്ന അതിന്റെ കൂടെ തന്നെ ആവനിയുടെയും കല്യാണം നടത്താമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് മോളെ. എന്റെ കല്യാണത്തെ കുറിച്ച് പെട്ടെന്ന് നിങ്ങൾ എന്തിനാങ്കിലും ഒരു തീരുമാനം എടുക്കുന്നത്? ആര് പറഞ്ഞിട്ടാ നിങ്ങളല്ലേ ഇത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിട്ടാ അവനി? ഞാനാ പറഞ്ഞത്. നിനക്കൊരു കല്യാണ പ്രപ്പോസൽ ഞാനാ കൊടുത്തത്. പത്ത് ദിവസം അവിടെയാ നിൽക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ പെട്ടിയൊക്കെ എടുത്തിങ്ങ് പോകുന്നത് എന്താ? നമുക്ക് ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ആദ്യം ആവനിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാം. ആവനിയുടെ കല്യാണത്തെ പറ്റി നിങ്ങൾ എന്തിനാ എപ്പോഴും തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നേ? കുറച്ച് സമയം വേണമെന്ന് നേരത്തെ തന്നെ അവള് പറഞ്ഞിരുന്നല്ലേ. നിങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ എന്തിനാ പാവത്തെ അടിച്ചേൽപ്പിക്കുന്നേ? നിഹാരിക പറഞ്ഞ പോലെ അവനിയുടെ കല്യാണം നടത്തുന്നത് നല്ലത് ശ്രീകർ. അപ്പോഴേ ചുറ്റുള്ളവര് നമ്മളെ കുറിച്ച് മോശം പറയുന്നതൊന്നും നിർത്തുള്ളൂ. രാത്രി നിഹാരിക ഫോൺ ചെയ്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ആവനിയുടെ കല്യാണത്തെക്കുറിച്ച് നിസ്സംഗത കാണിക്കുമെന്ന് തോന്നിയിട്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഈ മഹത് വ്യക്തി പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യം. നിഹാരിക അങ്ങനെയൊന്നും പറയരുത്. അവൾ എന്താലോചിച്ചാലും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയേ ചിന്തിക്കൂ. ദയവ് ചെയ്ത് നിഹാരിക പറഞ്ഞതൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ നിന്നെ വിളിച്ചത് എങ്ങനത്തെ ആളെ കൊണ്ടുവന്നാൽ നന്നാകുമെന്നറിയാൻ വേണ്ടിയിട്ടാ. അത് പറഞ്ഞാൽ മതി. ഇവളെന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? ചക്കിക്കൊത്ത ചങ്കരനെ പോലെ ഏതെങ്കിലും ഒന്നിനെ നോക്ക്. ഇതൊക്കെ തീരുമാനിക്കാൻ അനന്തരവളുടെ അഭിപ്രായം വേണോ? ഏതോ കുബേരപുത്രിയുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നത് പോലെ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വേറെ. ആവനിക്ക് കംഫർട്ടായ കാര്യമല്ലെങ്കിൽ പിന്നെ അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ശരിയാണോ അച്ഛാ? അതിന് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ആരാ ചോദിച്ചത്? അല്ല, ആവനിയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ ഏട്ടനെന്താ കാര്യം? നിങ്ങൾക്ക് എന്താ ബന്ധമെന്ന്? നിങ്ങളിങ്ങനെ ആവനിയെ കുറിച്ച് ആലോചിച്ച് അവളിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എന്തോ അരുതാത്ത ബന്ധം ഉണ്ടെന്നാ എല്ലാവരും കരുതുന്നേ. ശ്രീകർ, ആവനിയുടെ കാര്യത്തില് നീ ഒന്നും ഇടപെടണ്ട. അവൾ ഒരുപക്ഷെ നിന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാവും. അതുകൊണ്ട് തന്നെ നീ അധിക സ്വാതന്ത്ര്യം എടുക്കരുത്, മനസ്സിലായല്ലോ? ആന്റി, നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇനി നീ ഒന്നും പറയണ്ട ആവനി.
ഇനിയൊന്നും പറയരുത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പക കൊണ്ട് ചെയ്യുന്നതാ. നിന്നോടുള്ള കടമയായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാ. എനിക്ക് നിന്നെ സഹിക്കാനിട്ടാ ചെയ്യുന്നത്. നല്ലൊരു കുടുംബത്തിലേക്ക് നിന്നെ പറഞ്ഞയക്കാൻ ഈ ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്ത് പറഞ്ഞയക്കാനാ നോക്കുന്നത്. ദയവ് ചെയ്ത് പറഞ്ഞത് കേക്ക്. ഞാൻ ഇപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവനിക്ക് ഈ വീട് വിട്ട് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ ചിലപ്പോൾ വരും. മോളെ സുജാത, നീ നിന്റെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഓരോന്ന് പറയാൻ വേണ്ടി അവസരം കൊടുത്ത പോലെയാവും. നീ നിന്റെ അഭിപ്രായം പറ മോളെ. ഞാൻ പറയാൻ പോകുന്ന അഭിപ്രായങ്ങളെ മാനിച്ച് ഉറപ്പായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ആലോചന നോക്കൂ. അങ്ങനെ ഒരാളതിനെ നോക്കും മോളെ. കണ്ടെത്തിയില്ലെങ്കിൽ ഈ കല്യാണം നടത്താനുള്ള ബാധ്യത നിങ്ങൾ ഒഴിയോ? തീർച്ചയായും കണ്ടെത്തുമെന്നല്ലാതെ ഈ കടമയിൽ നിന്ന് പിന്മാറില്ല. എന്നാ കേട്ടോളൂ. അവനെ കെട്ടാൻ പോകുന്ന ആളെ എങ്ങനെ വേണമെന്ന് വെച്ചാ അവന് കഷ്ടപ്പെട്ട് വളർന്നതാ. സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന കോടീശ്വരന്റെ വീട്ടിലേക്ക് പോകണം. പത്ത് ജോലിക്കാരെങ്കിലും ഉള്ള വീട്ടിലായിരിക്കണം. പത്ത് കാറുള്ളവന്റെ വീട്ടിലേക്ക് പോകണം. ഇന്ത്യയിൽ സെറ്റിലായവനാവരുത്. പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് സെറ്റിലായ ചെറുക്കനായിരിക്കണം. ഇതാ എന്റെ അഭിപ്രായം. കുടുംബമായിട്ട് കറങ്ങാനൊരു ഫ്ലൈറ്റും ഭർത്താവിന്റെ കൂടെ കറങ്ങാനൊരു ഹെലികോപ്റ്ററും വേണ്ടേ? ഇരിക്കുന്ന സ്ഥലം നോക്കി ആഗ്രഹിക്കണം. അതല്ലാതെ ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? നിങ്ങളുടെ അവനിക്ക് ഓട്ടോ ഡ്രൈവർ തന്നെ ഇച്ചിരി കൂടുതലാ. ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ നോക്കുവാണോ അതോ അല്ലെങ്കിൽ ചില്ലറ തൊട്ടുകളെ ഈ വീട്ടിൽ തന്നെ താമസിപ്പിക്കാൻ നിൽക്കുവാണോ? ശരിക്കും എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ ആവിനയുടെ സുഹൃത്ത് തന്നെയാണോ അതോ ശത്രുവോ? ഞാൻ ചോദിച്ചതല്ലേ വേദവതി അമ്മേ. ഞാൻ ആഗ്രഹിച്ചത് നടത്തി തരാൻ പറ്റുമോ? ഞങ്ങളുടെ ശ്രമം ഞങ്ങൾ നടത്തിക്കൊള്ളാം മോളെ. സുജാത ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നേ. ആ അമ്മേ, ഈ കാര്യത്തിൽ എന്തായാലും അമ്മയുടെ കൂടെ ഞാനും ഉണ്ടാകും. അവനിക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതെന്താണ് കാവ്യ? ആവന് വലിയ വീട്ടിലെ മരുമകളായ നമുക്ക് സന്തോഷം തന്നെയാണല്ലോ. എന്റെ മരുമോൾ എന്റെ ഭാഗ്യമാണ്. ചേച്ചി നിങ്ങൾക്ക് എന്താ പറ്റിയേ? എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? വിദേശത്തുള്ള ധനികനായ ഒരു ഹസ്ബൻഡിനെ വേണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നോ? എന്നെക്കുറിച്ച് അറിയാത്ത ആളുകൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എനിക്ക് ഒരു വിഷമവും തോന്നാറില്ല. എല്ലാം അറിയുന്ന എന്റെ ചേച്ചി തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോ മനസ്സിനെ കഷ്ണം കഷ്ണമാക്കി മുറിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ ഇപ്പേ കാണിച്ചതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും കാരണമില്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ പറയില്ല. എന്തിനാ ചേച്ചി അങ്ങനെ പറഞ്ഞേ? പറ. ചേച്ചി നിങ്ങൾ മൗനം പാലിക്കരുത്. എന്താന്ന് വെച്ചാ ആ മൗനത്തെ എനിക്ക് ഉത്തരം വേർപെടുത്തി എടുക്കാൻ കഴിയില്ല. എന്തിനങ്ങനെ ചെയ്തതെന്ന് പറ ചേച്ചി. ഞങ്ങളുടെ രണ്ടാളുടെയും ജീവിതം പ്രശ്നത്തിലാകുന്ന പോലെ പെട്ടെന്നിപ്പോ എന്തിനായി തീരുമാനമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ പറയാനും ചില കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാ ഞാൻ പറഞ്ഞ എല്ലാ അർഹതകളും ചേരുന്ന ഒരു ചെറുക്കനെ അത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. ഞാൻ അങ്ങനെ ഒരു ആലോചനയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേറെ ആരെങ്കിലും കണ്ടെത്തി ആവനിയുടെ കല്യാണം നടത്താന്ന് എപ്പോഴും എല്ലാവരും ബഹളം ഉണ്ടാക്കിയേനെ. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ബഹളം കുറച്ച് കുറഞ്ഞു കിട്ടും. നിഹാരികയാണെങ്കിലും അമ്മയാണെങ്കിലും എത്രയൊക്കെ ശ്രമിച്ചാലും അത് ഫലിക്കാൻ പോകുന്നില്ല.
അപ്പോഴേ നമുക്കൊരു അവസരം ലഭിക്കൂ. ആ അവസരം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സത്യങ്ങൾ പുറത്തു പറയാനുള്ള ശ്രമങ്ങൾ നമുക്ക് തുടങ്ങാനുള്ള ഒരു അവസരം ലഭിക്കും. ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ആവിനിയുടെ ജീവിതം ഇനിയും വലിയ പ്രശ്നങ്ങളിലേക്ക് പോവരുതെന്ന് ആലോചിച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അന്ന് വെറുതെ ഓർക്കാതെ ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞതല്ല. അപ്പൊ ഞങ്ങൾക്ക് ചേച്ചി തിരക്ക് കാണിച്ചതെന്ന് തോന്നിപ്പോയി. ഇപ്പൊ സമാധാനമായി. ചേച്ചി പറഞ്ഞു തന്നെയാ കറക്റ്റ് ആയിട്ടുള്ള കാര്യം.